Hi guys, welcome to Hashmi's Tutorial Club. ഇന്നത്തെ ട്യൂട്ടോറിയൽ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് മാനിപ്പുലേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഫോട്ടോഷോപ്പ് മാനിപ്പുലേഷൻ വർക്കിൽ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഫോട്ടോ, നമ്മളുടെ ഒരു SLR ക്ലിക്ക് ആയാലും മറ്റു മൊബൈൽ ക്ലിക്ക് ആയാലും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതൊരു കോമിക് രൂപത്തിലുള്ള ഒരു ഫോട്ടോയാക്കി മാറ്റുന്നതെന്നാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഞാൻ അഡോബി ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. സോ ഞാൻ ഉപയോഗിക്കുന്ന വെർഷൻ എന്ന് പറഞ്ഞാൽ അഡോബി ഫോട്ടോഷോപ്പ് CC 2017 ലേറ്റസ്റ്റ് വെർഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ നിങ്ങളുടെ സിസ്റ്റത്തിന് അനുയോജ്യമായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന പല ഓപ്ഷൻസും നിങ്ങളുടെ ഫോട്ടോഷോപ്പ് വെർഷനുകളിൽ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരുവിധ ഭയവും നിങ്ങൾക്ക് ആവശ്യമില്ല. സോ ഞാനിപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഫയലിൽ പോയി നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുക. ഗോ ടു ഫയൽ ആൻഡ് ഓപ്പൺ ദാറ്റ്, ക്ലിക്ക് ഓപ്പൺ. ആൻഡ് എൻ്റെ ഫയൽ ഡെസ്ക്ടോപ്പിൻ്റെ അകത്താണ്, അതുകൊണ്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ പോയി ഫോട്ടോ ഓപ്പൺ ചെയ്യുകയാണ്. സോ ഗൈസ്, ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇപ്പോൾ വിൻഡോയിൽ തുറന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് ഈ ഫോട്ടോയാണ് കോമിക് രൂപത്തിലാകേണ്ടത്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പാർട്ട് മാത്രമാണ്, ഈ പെൺകുട്ടി ഇരിക്കുന്ന ഭാഗത്തിൻ്റെ പാർട്ട് മാത്രമാണ് കോമിക് രൂപത്തിൽ ആക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ മാത്രം നമ്മളൊരു പുതിയ ലെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾക്കിവിടെ ക്വിക്ക് സെലക്ഷൻ ടൂളാണ് ഉപയോഗിക്കേണ്ടത്. അത് പെൻ ടൂളുണ്ട്, വേറെ പല ഓപ്ഷൻ ടൂളുകളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും കംഫർട്ടബിൾ ആയ രീതിയിൽ ഞാൻ ക്വിക്ക് സെലക്ഷൻ ടൂളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഗോ ടു ക്വിക്ക് സെലക്ഷൻ ടൂൾ. ഇപ്പോൾ ഇവിടെ ബ്രഷിൻ്റെ സൈസ് വളരെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ആ സൈസ് കുറച്ച് ബ്രഷിൻ്റെ സൈസ് ഒന്ന് കൂട്ടുകയാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ആവശ്യമായ പാർട്ട് മാത്രം സെലക്ട് ചെയ്യുക. ഗോ ടു കറക്റ്റ്, യെസ് ഇറ്റ്സ് ഓക്കെ. ഇന്ന് സൂം ചെയ്ത് നോക്കുക, നമ്മൾ സെലക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ സൂം ചെയ്ത് നോക്കാം. അതിന് കീബോർഡിലെ സെഡ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം പിക്ചറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും പിക്ചർ സൂം ഇൻ ആവുന്നുണ്ട്. ആവശ്യമായ പാർട്ടുകൾ മാത്രം സെലക്ട് ചെയ്യുക. നമ്മൾക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ അൺവാണ്ടഡ് കുറച്ച് ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ നെഗറ്റീവ് ടൂൾസ് ഉപയോഗിക്കുകയാണ്. ബ്രഷിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക. സോ ഗൈസ്, വളരെ കെയർഫുള്ളായ രീതിയിൽ ബ്രഷ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് ആവശ്യമായ രീതിയിലുള്ള ഇമേജ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ സെലക്ട് ആൻഡ് മാസ്ക് ഓപ്ഷൻ ഉണ്ട്. അത് ഫോട്ടോഷോപ്പ് CC 2017 ഇങ്ങനെയാണ് കാണിക്കുക. 2015 അല്ലെങ്കിൽ പഴയ വെർഷനുകളായ ഫോട്ടോഷോപ്പ് C70 അതിൽ റിഫൈൻ എഡ്ജ് എന്ന ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാണുക. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇവിടെയുള്ള എഡ്ജുകളെല്ലാം ക്ലിയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ ചിലപ്പോൾ നമ്മൾ പുതിയ ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ചില ഭാഗങ്ങൾ കട്ടായി പോയിട്ടുണ്ട്. അത് നമ്മളിവിടെ വീണ്ടും ഫിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്കിവിടെ സൈഡ് ബാറിൽ കാണാൻ സാധിക്കും ഒരുപാട് ബ്രഷ് ടൂളുകൾ, 3 ബ്രഷ് ടൂളുകളും ഒരു സെലക്ഷൻ ടൂൾ, ഹാൻഡ് ടൂൾ, സൂം ടൂൾ. നമ്മളിതിൽ രണ്ടാമത്തെ ടൂളാണ് ഉപയോഗിക്കുന്നത്.
ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡ്ജുകൾ റിഫൈനുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ഗൈസ്, ഞാൻ ഈ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ബ്രഷ് സൈസ് കൂട്ടുക. ഓക്കെ, അതിനുശേഷം ഒന്ന് ഡ്രാഗ് ചെയ്യുക എവിടെയാണ് നിങ്ങൾക്ക് ആവശ്യം. ചെറിയ ഡ്രാഗ് ചെയ്യുക. ഓക്കെ ഓക്കെ നമ്മൾക്ക് ആവശ്യമായുള്ള രീതിയിൽ നമുക്ക് ബ്രഷ് സൈസുകൾ കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും. ഇപ്പോൾ എനിക്കാവശ്യമായ ഫോട്ടോ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും കൂടി സെലക്ട് ആയിരിക്കുകയാണ്. ഒരു മാറ്റവും ഇവിടെ വരുത്താതെ നമുക്ക് പുതിയ ലെയർ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലെയർ മാസ്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നില്ല. ഡിഫോൾട്ടായിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ റൈറ്റ് ബട്ടൺ, ഈ ഫോട്ടോത്തിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലെയർ വയാ കോപ്പി ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഫോട്ടോ പുതിയ രൂപത്തിൽ പുതിയ ലെയറിൽ ഇവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒറിജിനൽ ഫോട്ടോ ഞാൻ ഇവിടെ ഹൈഡ് ചെയ്യുകയാണ്. സോ ഇതാണ് ഒറിജിനൽ ഫോട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ലെയർസ് വഴി സെലക്ട് ചെയ്ത ഫോട്ടോ ഞാൻ ഒന്ന് സൂം ചെയ്യുകയാണ്. അതുകൊണ്ട് ചില കറക്ഷൻസ് ഉണ്ട് ഇവിടെ സൈഡ് ഭാഗത്തായി. സോ ഞാനിവിടെ എറേസർ ടൂൾ ഉപയോഗിക്കുകയാണ്. എറേസർ ടൂൾ ഞാൻ വേണ്ടാത്ത ചില പാർട്സുകൾ ക്ലീൻ ചെയ്യുകയാണ്. ഓക്കെ, സോ ഗൈസ്, എനിക്ക് വേണ്ട രീതിയിൽ ഈ ഫോട്ടോ പുതിയ ലെയറിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒഴിവായിട്ടുള്ള ഭാഗത്ത് ഒരു കളർ കൊണ്ട് ഫില്ല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പെയിന്റ് ബക്കറ്റ് ടൂൾ എടുക്കുക. പെയിന്റ് ബക്കറ്റ് ടൂൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. പെയിന്റ് ബക്കറ്റ് ടൂൾ എടുക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കളർ വൈറ്റ് ആക്കുക. വൈറ്റ് ചെയ്യുക. ഇവിടെ പ്രസ് ചെയ്യുക. ഇപ്പോൾ ആ ഭാഗം ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം ഈ ലെയർ നമ്മൾ ഡ്രാഗ് ചെയ്ത് രണ്ടാമതായി വെക്കുകയാണ്. സോ ഗൈസ്, ഇപ്പോൾ ഇവിടെ കളർ ഫില്ലായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഈ കുട്ടിയുടെ ഫോട്ടോ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഫില്ലായിട്ടുണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒറിജിനലായിട്ട് ഇവിടെയുള്ള ലെയറിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ലെയറിലേക്ക് പോവുകയാണ്. അതിനുശേഷം Ctrl+J കീബോർഡ് പ്രസ് ചെയ്യുക. Ctrl+J പ്രസ് ചെയ്തതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഫോട്ടോയുടെ ഒരു കോപ്പി എടുത്തു വെക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ നമ്മൾക്ക് ഈ ഫോട്ടോയ്ക്ക് എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ലെയർ കോപ്പി കൊണ്ട് എക്സ്ട്രാ കോപ്പി കൊണ്ട് നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാനിതിനെ ഒരു റീനെയിം ചെയ്യുകയാണ്. ബാക്കപ്പ് എന്ന് കൊടുക്കുകയാണ്. ബാക്കപ്പ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഒറിജിനൽ ലെയർ നമ്മൾ ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് എഡിറ്റിങ്ങിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫോട്ടോ കുറച്ച് വലുതാണ്. അതുകൊണ്ട് നമുക്കിത് കുറച്ച് റീസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സെലക്ഷൻ ടൂളിൽ പോകാം, ഡ്രാഗ് ടൂളിൽ പോകാം. അതിനുശേഷം നമ്മളുടെ കീബോർഡിലെ Ctrl+T ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഡ്രാഗ് ചെയ്യുക മൗസ്. നമ്മൾക്ക് ആവശ്യമായ രീതിയിൽ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിക്ക് അപ്ലൈ.
ഇപ്പോൾ ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഈ ഫോട്ടോയുടെ ഹെഡ് ഭാഗം, തലയുള്ള ഭാഗം സെലക്ട് ചെയ്ത് ഇവിടം വരെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ ഞെക്കി ലെയർ വയ കട്ട് ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കും. ആ ഒരു ഹെഡ്, തലയുടെ ഭാഗം മാത്രം പുതിയ ലെയർ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കീബോർഡിൽ Ctrl T പ്രസ് ചെയ്യുക. ഈ ഹെഡ് ഒന്ന് നമുക്ക് കുറച്ച് ബിഗറായി വലുതാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ പ്രസ് ചെയ്യുക. Ctrl T. ക്ലിക്ക് അപ്ലൈ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ സെലക്ട് ചെയ്ത കട്ട് ചെയ്ത ഈ ലെയർ ഭാഗം മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫിൽറ്ററിൽ പോകുക. ഇവിടെ ലിക്വിഫൈ ടൂൾ ഓപ്ഷൻ ഉണ്ട്. ലിക്വിഫൈ ഷിഫ്റ്റ് കൺട്രോൾ X ആണ് ഇതിൻ്റെ കീബോർഡ് ഷോർട്ട്കട്ട് കീ. ലിക്വിഫൈ ചെയ്യുക. വെയിറ്റ് ചെയ്യുക. സോ ഇതാണ് ഡിഫോൾട്ടായിട്ടുള്ള ലിക്വിഫൈ ടൂൾസിൻ്റെ മെനു ഓപ്ഷൻസ്. നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് ടൂളിലേക്കാണ്. ഇവിടെ നമുക്ക് ബ്ലോ ടൂൾ കാണാൻ പറ്റും. ഈ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആവശ്യമായ ഈ പിക്ചർ നമുക്ക് സൂം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് Ctrl പ്ലസ് ബട്ടൺ കീബോർഡിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ പിക്ചർ സൂം ഇൻ ആയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾക്കിവിടെ ഈ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഈ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 2-3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ കണ്ണിൻ്റെ ഭാഗത്തും ക്ലിക്ക് ചെയ്യുക. ഇതൊരു കാരിക്കേച്ചർ ഫോട്ടോയാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലിക്വിഫൈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കണ്ണും മൂക്കും പല്ലും എല്ലാം കുറച്ചുകൂടി വലുതാക്കാൻ പോകുന്നത്. ഇനി ചെയ്യേണ്ടത് നമ്മൾക്ക് പല്ലിൻ്റെ ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ സൈഡ് ഭാഗത്തേക്ക് പോകരുത്. നമ്മൾക്ക് പല്ലിൻ്റെ ഭാഗം മാത്രമാണ് ഇനി ലിക്വിഫൈ ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുക. സൈഡ് ഹിയർ. ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഈ പൊക്കർ ടൂൾ സെലക്ട് ചെയ്യുകയാണ്. ഈ രണ്ട് സൈഡ് ഭാഗവും നമ്മൾക്കിത് ചെറുതാക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ഹിയർ, again and here also, here. ഓക്കെ. ഞാനിവിടെ 2-3 പ്രാവശ്യം ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതൊരു ഫില്ലല്ല, അത് ഫില്ലായിട്ടില്ല. അതുകൊണ്ട്
2-3 വട്ടം ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെയും ഓക്കെ, സോറി, ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മൂക്കിൻ്റെ ഭാഗവും കുറച്ച് വലുതാക്കാവുന്നതാണ്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ മൂക്കിൻ്റെ ഭാഗം ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പല്ലും എൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാനിവിടെ വലുതാക്കുവാനോ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഫോർവേഡ് റാപ്റ്റർ ടൂളാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബ്രഷ് സൈസ് കൂട്ടുക. ബ്രഷ് സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ട് ബ്രാക്കറ്റിൻ്റെ ചിഹ്നമുള്ള കീബോർഡ് ഷോർട്ട് കട്ടാണ്. ഞാനിവിടെ ബ്രഷ് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ സൈഡ് ഭാഗം നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണ്. ഡ്രാഗ് ചെയ്ത് വി ഷേപ്പ് മാതിരിക്കാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വി ഷേപ്പ് രൂപത്തിലാണ് ഞാനിവിടെ ഈ ഫോട്ടോ ഇമേജ് ഡ്രാഗ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ സൈഡ് ഭാഗവും നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണ്. നമ്മൾക്കിത് കുറച്ച് സമയമെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സമയം പരിമിതമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തീർക്കുന്നത്. നിങ്ങൾക്ക് സമയമെടുത്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. സോ ഇനി നമ്മളിവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്, ക്ലിക്ക് ചെയ്യുകയാണ്. പ്രസ് ഓക്കെ ബട്ടൺ സെലക്ട് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഇവിടെ തലഭാഗത്ത് ചെയ്ത പോലെ തന്നെ നമ്മളുടെ ബോഡി സെലക്ട് ചെയ്യുകയാണ്. ഈ ബോഡി സെലക്ട് ചെയ്ത് ഇഫക്ട്സിൽ പോകുക, ഫിൽറ്റർ, ലിക്വിഫൈ. ഇവിടെ ചെയ്തതുപോലെ നമ്മൾ ഈ ഫോർവേഡ് വാർപ്പ് ടൂൾ സെലക്ട് ചെയ്ത് നമ്മൾ ബ്രഷ് സൈസ് കൂട്ടുകയാണ്. ഇവിടെ ബോഡിയേക്കാൾ കുറച്ച് വലുതായിട്ടുള്ള ബ്രഷ് സൈസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. Increase the brush size. Okay. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ധാരാളം സമയം എടുത്തുകൊണ്ട് പതിയെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ആവശ്യമായ രീതിയിലുള്ള അലൈൻമെൻ്റാണ് ഈ ഫോട്ടോയ്ക്ക് ആവശ്യം. ഓക്കെ, ഇനി നമ്മൾ ബ്രഷ് സൈസ് ചെറുതാക്കുക. കാരണം നമ്മൾക്കിവിടെ നെക്ക് ഭാഗം, തലയുടെ ഭാഗം കുറച്ച് ചെറുതാക്കേണ്ടത് അത്യാവശ്യമാണ്. വേണ്ടി ക്ലിക്ക് ചെയ്യുക.
എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുവിധം അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് എന്ന്. ഞാനിവിടെ ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് ഭാഗം മെർജ് ചെയ്യാൻ പോവുകയാണ്, തലഭാഗവും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഇവിടെ ഡ്രാഗ് ചെയ്യുകയാണ്. അതിനുശേഷം സൈസ് ഒന്ന് ജസ്റ്റ് ഹെഡ് ഭാഗം കുറയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തലഭാഗവും ഉടൽഭാഗവും മെർജ് ചെയ്യാനാണ്. നമ്മൾ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാർപ്പ് ക്ലിക്ക് ചെയ്യുക. വാർപ്പ് സൈസ് ക്ലിക്ക് ചെയ്യുക. ക്ഷമിക്കണം, അൺഡു ക്ലിക്ക് ചെയ്യുകയാണ്. ടോൺ അപ്ലൈ ക്ലോസ്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മൾക്ക് ആവശ്യമായ രീതിയിലേക്കുള്ള അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇവിടെ നമ്മളിപ്പോൾ ഈ ഇമേജ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വൈറ്റ് മാർക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ അത് നമുക്ക് എറേസ് ചെയ്യേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എറേസർ ടൂൾ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് അപ്ലൈ. സൂം ചെയ്യുക ആദ്യം നമ്മൾ. നമുക്കിവിടെ കാണാൻ സാധിക്കും എറേസർ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്രഷ് ടൂൾ ബ്രഷ് ടൂളിൻ്റെ ഹാർഡ്നെസ്, അതായത് ഹാർഡ്നെസ് 0% ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈസ് കൂട്ടുക ബ്രഷിൻ്റെ. പതിയെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഇത് ഫില്ലായിരിക്കുകയാണ്. ഇനി ഞാൻ സൂം ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോഴും കാരിക്കേച്ചറിൻ്റെ ചെറിയ രൂപം ഉണ്ടെങ്കിലും നമുക്കത് പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ലെയർ ടൂൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലെയർ ടൂൾ. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗ്രേഡിയൻറ്റ് ഓവർലേ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ സെലക്ഷൻ ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുക. ഗ്രേഡിയൻറ്റ് ഓവർലേ സ്കൈ ബ്ലൂ സെലക്ട് ചെയ്യുക. സ്കൈ ബ്ലൂ സെലക്ട് ചെയ്യുക. സ്കൈ ബ്ലൂ സെലക്ട് ചെയ്തിരിക്കുകയാണ്. പ്രസ് ഓക്കെ ആൻഡ് റിവേഴ്സ് ഇറ്റ്. Select the radial and reverse it. Select the radial, click OK button. OK now. സോറി ഗൈസ്, ഓക്കെ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടി ലെയർ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഗ്രേഡിയൻ്റ് ഓവറിലെ നമ്മളിവിടെ ഒപ്പാസിറ്റി ഒരു 100% ഉള്ളത് ഒരു 20 സംതിങ് നമുക്ക് നൽകാം. 64. ഓക്കെ, ഒപ്പാസിറ്റി 35%. ക്ലിക്ക് ഓക്കെ. ഇറ്റ്സ് കറക്റ്റ് നൗ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് കളർ ഫില്ലായിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ ആൾട്ട് ഇ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു പുതിയ ലെയർ വന്നിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഇമേജിൽ പോവുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക. ഇവിടെ ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ്സ് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഷോ മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക. ഷാഡോ ഞാൻ 0% നൽകുകയാണ്. ക്ഷമിക്കണം, അത് ലെയർ സെലക്ട് ചെയ്ത് മാറിയിട്ടുണ്ട്. സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമേജിൽ പോവുക, അഡ്ജസ്റ്റ്മെൻറ്റ്, ഷാഡോസ് ആൻഡ് ഹൈലൈറ്റ്സ്, എമൗണ്ട് 0% നൽകുക. ടോൺ 0%. ക്ഷമിക്കണം, നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. റേഡിയസ് ഹാഫ് വേ. എമൗണ്ട് ഒരു 41 ക്ലിക്ക് ചെയ്ത് 41 ഇറ്റ്സ് നൗ. ഇപ്പോൾ ഒരുമാതിരി ഇതിൻ്റെ ഷാഡോ അഡ്ജസ്റ്റ് ആയിരിക്കുകയാണ്. പ്രസ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ജസ്റ്റ് നമുക്ക് എഫക്ട്സ് മനസ്സിലാക്കുവാൻ സാധിക്കും എത്രമാത്രം ഡിഫറൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന്. പ്രസ് ഓക്കെ ബട്ടൺ. ഇപ്പോൾ ഇവിടെ ഇത് സെലക്ട് ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലെയറിൻ്റെ ഒരു കോപ്പി എടുക്കുക. കൺട്രോൾ ജെ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ കോപ്പി ആയിരിക്കുകയാണ്. ഇത് ഹൈഡ് ചെയ്യുക. ഇനി നമ്മൾ നൽകാൻ പോകുന്ന എഫക്ട്സ് എന്ന് പറയുന്നത് ഓയിൽ ഫിൽറ്റർ എഫക്ട്സ് ആണ്. ഗോ ടു ഫിൽറ്റർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഗോ ടു സ്റ്റൈലൈസ് ആൻഡ് there you go. There is the oil paint filter option. Go to that one. Click the preview. Just go to 0 and this one is also 0 and adjust this one to
ഗൈസ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഷൈനസ് 0 സെലക്ട് ചെയ്യുക, ആംഗിൾ ഓപ്ഷൻ 0 സെലക്ട് ചെയ്യുക, ബ്രിസ്റ്റൽ ഡീറ്റെയിൽസ് 10 സെലക്ട് ചെയ്യുക, സ്കെയിൽ 0.1 ആൻഡ് ക്ലീൻലെസ് 10 ആൻഡ് സ്റ്റൈലൈസേഷൻ 4.56. പ്രസ് ദി ഓക്കെ ബട്ടൺ. ഓക്കെ, ഓയിൽ പെയിന്റ് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഓയിൽ പെയിന്റ് ഇഫക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. ഗൈസ് നമ്മുടെ കാർട്ടൂൺ പിക്ചർ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ട്യൂട്ടോറിയൽ. പുതിയ ട്യൂട്ടോറിയലുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ. ജിത്തു ആസ്മി സൈനിങ് ഔട്ട്.